സ്റ്റാർട്ടായി അല്ലേ? പലരും വീട് പണിതുകൊണ്ടിരിക്കുന്ന സ്റ്റേജിലായിരിക്കും, എന്നാൽ മറ്റു ചിലർ വീട് പണിയാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഉള്ള വൺ ഓഫ് ദ മേജർ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈ മഴക്കാലത്ത് കോൺക്രീറ്റിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ സിമെന്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മൾ പണിയുന്ന കോൺക്രീറ്റ് സ്ട്രക്ചറിന് ഒരു സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഫ്രഷ് കോൺക്രീറ്റിൽ എന്താ സംഭവിക്കുന്നത്? കൂടുതലായിട്ട് വെള്ളം ആഡ് ആവും. അപ്പോൾ അതിന്റെ സ്ട്രെങ്ത് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുവഴി ക്രാക്സ് വരാനും മറ്റു പല പ്രശ്നങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മഴക്കാലാണെങ്കിൽ തന്നെ നന്നായി മഴ പെയ്യുന്ന ടൈമിൽ കോൺക്രീറ്റിംഗ് ചെയ്യാതെ ചെറുതായിട്ട് മഴ ചാറുന്ന ടൈമിൽ ടാർപ്പോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് കവർ ചെയ്തിട്ട് കോൺക്രീറ്റിംഗ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പല പ്രൊഫഷണൽ കമ്പനീസും ഈ മഴക്കാലത്ത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ വെതർ ഫോർകാസ്റ്റ് നോക്കിയിട്ട് അവരുടെ കോൺക്രീറ്റിംഗിന്റെ ഡേറ്റ് ഫിക്സ് ആക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ മഴക്കാലത്ത് കോൺക്രീറ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഹെവി മഴയുള്ള ടൈമിൽ കോൺക്രീറ്റിംഗ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആൻഡ് നമ്മൾ ഒരു കാര്യം എൻഷുർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് മഴവെള്ളം കോൺക്രീറ്റിലേക്ക് വീഴാതിരിക്കാൻ നോക്കുക. അങ്ങനെ വീഴാതെ നമുക്ക് കോൺക്രീറ്റിംഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു പ്രശ്നമില്ല കോൺക്രീറ്റിംഗ് ചെയ്യുന്നതിന്.